ഹായ്, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ അകത്തുകൂടെ വരയ്ക്കുന്ന ഒരു സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. അകത്തുകൂടെ വരയ്ക്കുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രൈബിംഗ് സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നു. ഓക്കെ, റെഗുലർ ഹെക്സഗൺ ഞാൻ വരയ്ക്കുന്നു. വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വരച്ചതുപോലെ 5 സെൻറ്റിമീറ്റർ ഉള്ള റെഗുലർ ഹെക്സഗണാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ലെങ്തിലുള്ള ഒരു സൈഡ് ഞാൻ വരച്ചു അല്ലേ. 5 സെൻറ്റിമീറ്ററിൽ ഞാനൊരു സൈഡ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രി അല്ലേ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു സൈഡ്, അതുകൊണ്ട് ഞാൻ 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 120 ഡിഗ്രി മാർക്ക് ചെയ്ത് ഇങ്ങനെ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതിൽ നിന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് വരച്ചതാണ്. ഇനി കോമ്പസ് വെച്ചിട്ടാണ് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ കോമ്പസ് ഉപയോഗിക്കുന്നില്ല, ഞാൻ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു. കോമ്പസ് വെച്ചാണ് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ സ്കെയിൽ ഉപയോഗിക്കുന്നു. നിങ്ങൾ കോമ്പസ് വെച്ച് തന്നെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കോമ്പസ് വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അത് കണ്ടു നോക്കുക. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വരെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതാ 5 സെൻറ്റിമീറ്റർ ആണ്. ഇതുവരെയാണ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എക്സാമിന് സ്കെയിൽ വെച്ച് വരച്ചാലും മതി കേട്ടോ. അവർ കാണിക്കാൻ വേണ്ടി ഒരു ആർക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കോമ്പസ് വെച്ച് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അടുത്തത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ വീണ്ടും ഒരു 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. 120 ഡിഗ്രി ഇവിടെയാണ്, അവിടെ മാർക്ക് ചെയ്തു. വീണ്ടും ഞാൻ എന്ത് വരച്ചു, ഈ കട്ട് ചെയ്ത ആർക്കുള്ള പോയിന്റും ഇപ്പോൾ വരച്ച പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്നു. അവിടെയും ഞാൻ എന്ത് ചെയ്യുന്നു, 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. കോമ്പസ് വെച്ചാണ് വരയ്ക്കേണ്ടത്. 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. അവിടെ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, 120 ഡിഗ്രിയിൽ വീണ്ടും ഒരു ആംഗിൾ വരയ്ക്കുന്നു. 120 ഡിഗ്രിയിൽ വീണ്ടും ഒരു ആംഗിൾ വരയ്ക്കുക. കറക്റ്റായിട്ട് വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് വരും, ഇവിടെ കറക്റ്റ് പോയിന്റിലൊക്കെ വയ്ക്കാൻ ശ്രമിക്കുക. 120 ഡിഗ്രിയിൽ ഞാൻ വീണ്ടും ഇവിടെ ഞാൻ വരച്ചു. ഓക്കെ, ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇത് ഈ ആർക്ക് കട്ട് ചെയ്ത പോയിന്റും ഈ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു അല്ലേ, ജോയിൻ ചെയ്ത് വരച്ചു. അവിടെ നമ്മൾ 5 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. കറക്റ്റ് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ആർക്ക് വരയ്ക്കുക, കാരണം കോമ്പസ് വെച്ചാണ് വരയ്ക്കേണ്ടത്. വീണ്ടും അവിടെ നിന്ന് വീണ്ടും 120 വരയ്ക്കണം അല്ലേ. നിങ്ങൾക്ക് എറർ കുറയ്ക്കാനായിട്ട് വേണമെങ്കിൽ ഇത്രയും വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് വരയ്ക്കാം, ഇവിടെ നിന്ന് 120 വരയ്ക്കാം കേട്ടോ. അങ്ങനെ വരച്ചാൽ കുറച്ചുകൂടെ തെറ്റ് കുറയ്ക്കാൻ പറ്റും. നമുക്കിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവിടെ നിന്നല്ലേ വരച്ചു വന്നേ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഇവിടെ നിന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് വരച്ച് അങ്ങോട്ട് പോവാം. എങ്ങനെ വേണോ വരയ്ക്കാം കേട്ടോ. 120 ഡിഗ്രി വേണമെന്നേ ഉള്ളൂ. 120 ഡിഗ്രി ഇവിടെ വരച്ചു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അത് 5 സെൻറ്റിമീറ്റർ അല്ലേ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ സ്കെയിൽ മാർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ഇത് രണ്ടും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് അങ്ങ് വരയ്ക്കുക. അത് വരയ്ക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് അവിടെ തന്നെ ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് അങ്ങ് വരയ്ക്കുക. പിന്നെ റെഗുലർ ഹെക്സ് ഇത് 5 സെൻറ്റിമീറ്റർ ആണോ? ഏകദേശം 5 വന്നിട്ടുണ്ട്, കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഉള്ള റെഗുലർ ഹെക്സഗൺ വരച്ചു. ഇനി ഇതിനെനിക്ക് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ വരയ്ക്കണം. ഇതിൻ്റെ അകത്തൂടെയുള്ള സർക്കിൾ വരയ്ക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ വരയ്ക്കാൻ ആംഗിൾ ബൈസെക്ടറാണ് വരയ്ക്കേണ്ടത്. സൈഡിനല്ല ബൈസെക്ടർ വരയ്ക്കേണ്ടത്, ആംഗിൾ ബൈസെക്ടർ. പുറത്തൂടെയുള്ള സർക്കിൾ വരയ്ക്കാനാണ് എപ്പോഴും സൈഡിന് ബൈസെക്ടർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഈ ആംഗിളിന് ഒരു ബൈസെക്ടർ വരയ്ക്കുന്നു. അതിന് ഈ ആംഗിളിൻ്റെ കോർണറിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു കോമ്പസ് ചെറുതാക്കിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് വരയ്ക്കുക. ആർക്ക് ഫുള്ളായിട്ട് വരയ്ക്കണമെന്നില്ല. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ ഫുള്ളായിട്ട് വരയ്ക്കണമെന്നാണ്, അതുകൊണ്ട് ഞാനും ഫുള്ളായിട്ട് വരയ്ക്കണം. ഫുള്ളായിട്ട് വരച്ച് ഈ സൈഡിനെ കട്ട് ചെയ്യാം. എന്നിട്ട് കോമ്പസ് കുറച്ചുകൂടെ വലുതാക്കിയതിന് ശേഷം ഈ കട്ട് ചെയ്ത പോയിന്റ് കോമ്പസ് വെച്ചിട്ട് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ കോമ്പസ് എടുത്ത് ഇവിടത്തെ കട്ട് ചെയ്ത പോയിന്റ് വെച്ചിട്ട് ആർക്കിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഈ കട്ട് ചെയ്ത പോയിന്റും ഈ കോർണറും തമ്മിൽ ജോയിൻ ചെയ്തൊരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. ഇങ്ങനെയാണ് ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. ഈ ലൈൻ ഈ ആംഗിളിനെ പകുതിയായിട്ട് മുറിക്കും, അതുകൊണ്ടാണ് അതിനെ ആംഗിൾ ബൈസെക്ടർ എന്ന് വിളിക്കുക. അതുപോലെ വേറൊരു കോർണറിലും കൂടെ വരയ്ക്കുക. ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല, ഏത് കോർണറിൽ വേണോ വരയ്ക്കാം. ഞാനിവിടെ വരയ്ക്കുന്നു. ഓക്കെ, ഈ കോർണറിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരച്ച് രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നു.
വീണ്ടും കോമ്പസ് കുറേ കൂടെ വലുതാക്കി, നല്ല വലുതാക്കി കേട്ടോ, നല്ല വലുതാക്കി. ഇതിൻ്റെ ഇടയിൽ ലൈൻ വരാതിരിക്കാനായിട്ട് കുറേ കൂടെ വലുതാക്കുക. ഓക്കെ, വരച്ചതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അതേ മെഷർമെൻറ്റിൽ ഇവിടെയും വെച്ചിട്ട് ആ ആർക്കിനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത പോയിന്റ് ഇവിടെയാണ് വന്നത് അല്ലേ, കട്ട് ചെയ്ത പോയിന്റ് ഇവിടെയാണ് വന്നത്. ആ പോയിന്റും ഈ കോർണറും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ആംഗിൾ ബൈസെക്ടറായി. അപ്പോൾ ഈ രണ്ട് ആംഗിൾ ബൈസെക്ടർ ഒരു പോയിന്റ് വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. തീർന്നില്ല, ഇനി വീണ്ടും കോമ്പസ് എടുത്തിട്ട് ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് കോമ്പസ് കുറച്ചുകൂടെ വലുതാക്കി ഈ പെൻസിൽ എന്ത് ചെയ്യണം, ഈ സൈഡിൻ്റെ പുറത്ത് വരുന്ന രീതിയിൽ, കുറച്ച് ജസ്റ്റ് പുറത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം. ആർക്ക് ഈ സൈഡിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടേ നീക്കി വയ്ക്കാവൂ, ഒരുപാട് ഇങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ കട്ടാവില്ല. ഒരു ചെറുതായിട്ട് നീക്കി വെച്ചിട്ട് ഈ സൈഡിനെ 2 പോയിന്റ് കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്ത പോയിന്റിൽ വീണ്ടും കോമ്പസ് വെച്ച് വീണ്ടും നമ്മളിവിടെ എന്ത് ചെയ്യണം, ഒരു ആർക്ക് വരയ്ക്കണം. ഇപ്പുറത്തെ സൈഡിലും അതേ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു മെഷർമെൻറ്റിൽ എടുത്തിട്ട് 2 ആർക്ക് വരച്ച് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത പോയിന്റിലോട്ട് സ്കെയിൽ വെച്ച് ഈ പോയിന്റും ഈ കട്ട് ചെയ്ത പോയിന്റും തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ ഫുള്ളായിട്ട് വരയ്ക്കണമെന്നില്ല, നമുക്ക് ഈ സർക്കിൾ വരെ വരച്ചാൽ മതി. സർക്കിളല്ല, ഈ ഹെക്സഗൺ വരെ വരച്ചാൽ മതി, നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് വരയ്ക്കാം. വരച്ചതിന് ശേഷം ഇനിയാണ് ഫൈനൽ സ്റ്റെപ്പ്. ഈ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ വരച്ച വരയില്ലേ, ഈ വര ഹെക്സഗണിൻ്റെ സൈഡിൽ എവിടെയല്ലേ ടച്ച് ചെയ്തത്, ആ ടച്ച് ചെയ്ത പോയിന്റ് വരെ കോമ്പസിൽ മെഷർ ചെയ്യാം. കോമ്പസിൽ മെഷർ ചെയ്തതിന് ശേഷം കറക്റ്റ് ആ അളവിൽ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ ഞാനിവിടെ വരച്ചതിൽ എററുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വരയ്ക്കുക. ഇവിടെ ചെറിയ വേരിയേഷൻസ് ഉണ്ട്, ഞാൻ നേരത്തെ വരച്ച പടത്തിന് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് വരയ്ക്കുക. കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ നിങ്ങൾക്ക് കിട്ടും. കുറച്ച് പാടാണ് ഇത് കിട്ടാൻ, കാരണം നമ്മൾ ഒരുപാട് വരയ്ക്കുന്നത് കൊണ്ട് ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേർന്ന് വലിയ മിസ്റ്റേക്കായിട്ട് വരും. അതുകൊണ്ട് മാക്സിമം ആക്യുറസിയിൽ വരയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി വരച്ചത് കൊണ്ട് എനിക്ക് ആക്യുറസി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. കറക്റ്റായിട്ട് ഈ സർക്കിൾ ഈ പോയിന്റിൽ കൂടെ ഒക്കെ പോകും കേട്ടോ. കറക്റ്റായിട്ട് പോകും, ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.